ഈ IS ഭീകരന് ശിക്ഷയിൽ ഇളവ് നൽകിയതിൽ NIA ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇതും കേരളത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടുന്ന് പോയിട്ടുള്ള അല്ലേ? അതെ, കേരളത്തെ മാത്രമല്ല സാർ, ഇത് രാജ്യത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ സുബ്ഹാനി ഹാജ മൊയ്തീൻ എന്ന് പറയുന്ന തൊടുപുഴ സ്വദേശിയാണ്. ഇയാൾ 2010 മുതൽ നിരവധി ഭീകര ഗ്രൂപ്പുകളുമായും സംഘടനകളുമായും ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്, NIA പറയുന്നത്. ഇയാൾ 2015 ഇയാൾ തുർക്കി വഴി ഇറാഖിലെത്തി. IS-ൽ ചേർന്ന് അവിടുന്ന് ഈ ഭീകര പരിശീലനം നേടി യുദ്ധത്തിന് പോയി. നമുക്കറിയാമല്ലോ IS-ൻ്റെ ആ യുദ്ധത്തിൽ ഇയാൾക്ക് പരിക്കേറ്റു. അങ്ങനെ ഇയാൾ നാട്ടിൽ തിരിച്ചെത്തി ഇയാൾ രഹസ്യമായിട്ട് തമിഴ്നാട്ടിലെ കടയല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ജുവലറിയിൽ ജോലി ചെയ്യായിരുന്നു. ആ ജോലി ചെയ്യുന്ന കാലത്ത് തന്നെ ഇയാൾ ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ സംഘടിപ്പിച്ച് വിവിധ ഗ്രൂപ്പുകൾക്ക്, ഭീകര സംഘടനകൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് ഇയാൾ ഈ 2015 പരിക്കേറ്റ് തിരിച്ചു നാട്ടി വരുന്നത്. അന്ന് തുടങ്ങി ഇയാൾ ഈ പറഞ്ഞതുപോലെ ഈ തമിഴ്നാട്ടിലെ കടയല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ശിവകാശിയിൽ നിന്ന് ഇതൊക്കെ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല നിരവധി സ്ലീപ്പർ സെല്ലുകൾക്ക് ഇയാൾ രൂപം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടെങ്കിലും അതിൻ്റെയൊക്കെ സ്ലീപ്പർ സെല്ലുകൾ പല സ്ഥലത്തായിട്ട് ഉണ്ട്. സിമിയുടെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ, ഇന്ത്യൻ മുജാഹിദീൻ്റെ, ലഷ്കർ-ഇ തോയ്ബയുടെ, ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒക്കെ സ്ലീപ്പർ സെല്ലുകൾ ഇങ്ങീ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് എന്നൊരാൾ പിടിയിലായി. അയാളൊരു ബംഗ്ലാദേശിയായിരുന്നു. അയാൾ ഈ അൽ ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്ററായിരുന്നു. അയാൾ പിടിയിലായത് കാസർഗോഡ് നിന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇയാൾ പിന്നീട് 2017 മറ്റോ ആണ് ഇയാൾ പിടിയിലാകുന്നത്. ഇയാളെ കേസൊക്കെ കൃത്യമായിട്ട് നടന്നു. ഇയാൾ റിമാൻഡിലായിരുന്നു. അന്നും തൊട്ട് ഇയാൾ ജയിലിലാണ്. ഇയാളെ പുറത്തു വിട്ടിട്ടില്ല. 2020 കോടതി ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇയാൾ അപ്പീൽ പോയി. ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ 10 വർഷത്തെ കഠിന തടവായിട്ട് കുറച്ചു കൊടുത്തു. അപ്പോൾ ആ 10 വർഷത്തെ കഠിന തടവ് ഇയാൾ 2015 ശേഷം 2016 തൊട്ട് ഇയാൾ ജയിലിലാണ്. ഈ 2016 മുതൽ 2026 ആകുമ്പോൾ 10 വർഷം തികയും. അപ്പോൾ ഈ വിചാരണ തടവ്, റിമാൻഡിലായിരുന്നതൊക്കെ ശിക്ഷയുടെ കാലാവധിയായിട്ട് കൂട്ടി 2026 ആകുമ്പോൾ എന്നെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഇയാളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനെതിരെയാണ് NIA സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുന്നത്. ഈ ജീവപര്യന്തം 10 വർഷമായിട്ട് കുറച്ചാൽ ഇയാൾ പുറത്തു വരും. ഇയാൾ പുറത്തു വന്നാൽ ഈ സുബ്ഹാനി ഹാജി മൊയ്തീൻ എന്ന് പറയുന്ന ആൾ നിരവധി സ്ലീപ്പർ സെല്ലുകളുമായിട്ട്, ഭീകരവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളുമായിട്ട് ബന്ധമുള്ള ആളാണ്. ഇയാൾ പുറത്തു വന്നാൽ അതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യിക്കും എന്നാണ് NIA പറയുന്നത്. മാത്രമല്ല ഇയാൾക്ക് നിരവധി ആധുനിക ആയുധങ്ങൾ, യന്ത്രത്തോക്കുകളടക്കം ഉപയോഗിക്കാൻ അറിയാം. ഇയാൾ യുദ്ധത്തിൽ ഈ പറഞ്ഞ പോലെ IS-ൻ്റെ ഏറ്റുമുട്ടലിൽ പങ്കെടുത്തയാളാണ്. അവിടെ വെച്ച് പരിക്കേറ്റത് കൊണ്ടാണ് ഇയാൾ തിരിച്ചു നാട്ടിലേക്ക് വന്നത്. അങ്ങനെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ അറിയാം, ബോംബുകൾ നിർമ്മിക്കാൻ അറിയാം, അതുപോലെ തന്നെ ഇയാൾക്ക് യന്ത്രത്തോക്കുകൾ കൈകാര്യം ചെയ്യാൻ അറിയാം. ഇങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് കിട്ടിയ വിവരങ്ങളല്ല, NIA പുറത്തു വിട്ടിരിക്കുന്ന വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തു വിടരുത്, ഇയാളുടെ ശിക്ഷാ കാലാവധി കുറച്ചു കൊടുക്കരുത്, ഇയാളെ കൃത്യമായിട്ടും ജീവപര്യന്തം തടവിന് തന്നെ ശിക്ഷിക്കണം. ഇയാൾ 2010 മുതൽ നിരവധി ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് വിവിധ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്ത ആളും കൂടിയാണ്. അല്ലെ, അപ്പോൾ ഈ ശിക്ഷയിൽ ഇളവ് വന്നത് ഏത് സാഹചര്യത്തിലായിരുന്നു? അത് എനിക്ക് നല്ല സംശയമുണ്ട്. ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ പ്രോസിക്യൂഷൻ അവിടെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ വീക്കായി പോയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി. വീക്കായതായിരിക്കും. ഈ പ്രോസിക്യൂഷൻ കൃത്യമായി വാദങ്ങൾ നിരത്താതിരുന്നാൽ ഒരു പക്ഷേ, കാരണം സർക്കാർ വക്കീലാണല്ലോ, സർക്കാരിന് താല്പര്യം ഉണ്ടോ ഇല്ലയോ, ഇയാളെ ജീവപര്യന്തം അകത്ത് തന്നെ കിടത്തണോ, അതോ ജീവിതകാലം മുഴുവനും അകത്ത് തന്നെ കിടത്തണോ, അതോ ഇയാളെ പുറത്തു വിടണോ എന്നൊക്കെ ഉള്ളത് സർക്കാരിൻ്റെ താല്പര്യവും കൂടി ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പ്രോസിക്യൂഷൻ നിലപാടെടുത്താൽ ഈ പറയുന്നത് പോലെ കോടതിയിൽ അത് വീക്കാവും.
അപ്പോൾ കോടതിയിൽ ബോധ്യപ്പെടുത്തുകയാണ് ഇയാൾ മാനസാന്തരം വന്നു, ഇയാൾക്ക് മാറ്റമുണ്ട്, ഇയാളിപ്പോൾ പൊതുധാരയിലേക്ക് വന്നിരിക്കുന്നു, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കും, അയാൾ പൊതുസമൂഹത്തിനോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ നമ്മുടെ പോലീസുകാരൊക്കെ വളരെ മിടുക്കരാണ്. അങ്ങനെ ഈ സുബ്ഹാനിക്ക് നിരവധി സ്ലീപ്പർ സെല്ലുകളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് NIA പറയുന്നത്. അതിന് NIA ആശ്രയിക്കുന്നത്, NIAക്ക് ലഭിച്ച തെളിവുകൾ ഇയാളുടെ ഫോൺ രേഖകളാണ്. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇത് 2010 മുതലുള്ള ഇയാളുടെ ഫോൺ ഉപയോഗിച്ചുള്ള ആശയവിനിമയങ്ങളും വിവരങ്ങൾ കൈമാറുന്നതും ഒക്കെ വിശദാംശങ്ങളെല്ലാം എടുത്തു. അതെടുത്തപ്പോൾ ഇയാൾക്ക് നിരവധി ഈ പറയുന്ന ദുരൂഹമായ ബന്ധങ്ങളും കാര്യങ്ങളുമുണ്ട്. അതിലെ വിവരങ്ങളെല്ലാം നിർണായകമാണ്. ഇയാൾ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ ഫോണിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് NIA ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ ഇയാൾക്ക് വേണ്ടി ഇയാളുടെ അഭിഭാഷകർ എന്തായാലും ഇയാളെ ശിക്ഷ ഇളവ് കൊടുക്കണം എന്നുള്ള ഒരു വാദവുമായിട്ട് വരും എന്ന് തീർച്ചയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരള സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. കേരള സർക്കാരിന് ഈ സുബ്ഹാനിയെ പുറത്തുവിടാനാണ് താല്പര്യമെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം NIA എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ്. ഇവിടെ നടന്ന പല കേസുകളും പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടക്കം പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ NIA വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും കോടതിയിൽ കുറ്റപത്രം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മിക്കവാറും കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ NIAയെ അനുകൂലിക്കുന്ന വിധത്തിലായിരിക്കുമോ സംസ്ഥാന സർക്കാർ ഇടപെടുന്നത്? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. കേരള സർക്കാരിൻ്റെ താല്പര്യം ദേശീയ താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ, അതോ ഈ കുഴപ്പക്കാരനായ രാജ്യദ്രോഹം ചെയ്തു എന്ന് തെളിഞ്ഞ ഭീകര സംഘടനയിൽ ചേർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനുമൊക്കെ എതിരായി നിലപാടെടുത്തുകൊണ്ട് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യാനുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സുബ്ഹാനി ഹാജ മൊയ്തീന് അനുകൂലമായിരിക്കുമോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായത്. അതാണ് ഇവിടെ ഉയരുന്നത്. അപ്പോൾ നമുക്കറിയാം, മുമ്പ് പലപ്പോഴും ഈ NIA പോലെയുള്ള ഏജൻസികൾ അന്വേഷണത്തിന് വരുമ്പോൾ കേരള സർക്കാരും കേരള പോലീസും എങ്ങനെയൊക്കെയാണ് അതിനോട് സഹകരിച്ചത് എന്ന് നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് അർദ്ധരാത്രി നിരോധനം വന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ NIA കേരളത്തിലെത്തി, ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് കേരളത്തിലെത്തി വിമാനങ്ങളെല്ലാം തയ്യാറാക്കി തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ വിമാനങ്ങൾ തയ്യാറാക്കി നിർത്തിയിട്ട് CRPFൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിലെത്തി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അതിൽ നിന്ന് തന്നെ കേരള പോലീസിനെ അവരൊട്ടും വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തമല്ലേ? സംസ്ഥാന പോലീസിലെ DGP അടക്കമുള്ള ആരും ഈ റെയ്ഡ് മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല. റെയ്ഡ് ആരംഭിച്ചപ്പോഴാണ് കേരള പോലീസ് അറിയുന്നത് ഇങ്ങനെ റെയ്ഡ് നടക്കുകയാണ്, ഇതിനെ നിരോധിച്ചിട്ടുണ്ട്, എല്ലാത്തിനെയും തൂത്തുപറക്കിക്കൊണ്ട് പോവുകയാണ് എന്നത് കേരള പോലീസ് പോലും അറിഞ്ഞത് അപ്പോഴാണ്. അല്ല, പിന്നീട് അത് കഴിഞ്ഞ് SDPIയുടെ ഒരു നേതാവിനെ ദേശീയ പ്രസിഡന്റിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതും ഈ പറഞ്ഞ പോലെ വളരെ വലിയ വീരവാദമൊക്കെ മുഴക്കി, ധൈര്യമുണ്ടെങ്കിൽ വന്ന് അറസ്റ്റ് ചെയ്യും. അന്ന് മറ്റു മുന്നണികളൊന്നും വേണ്ടിയിട്ടില്ല. അല്ല, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ അറസ്റ്റിൽ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് പോലും ഒരക്ഷരം മിണ്ടിയില്ല. കാരണം മിണ്ടിയാൽ പൊക്കിക്കൊണ്ട് പോകുമെന്ന് അവർക്കറിയാം. ഇത് കളി വേറെയാണ്. സിമിയെ നിരോധിച്ചു, എന്തേ ഇപ്പോഴും ആ നിരോധനം മാറ്റാൻ പറ്റാത്തത് എന്തേ? ആ നിരോധനം ഇങ്ങനെ നീണ്ടു പോകല്ലേ? പിന്നെ 2004 മുതൽ 2001 നിരോധിക്കുന്നത്. 2004 മുതൽ 2014 വരെ കോൺഗ്രസ് അല്ലേ ഭരിച്ചത്? എന്തുകൊണ്ട് സിമിയുടെ നിരോധനം നീക്കിക്കൊടുത്തില്ല? അപ്പോഴും ആ നിരോധനം തുടരണമെന്നല്ലേ, 5 വർഷം തുടരണമെന്ന് പറഞ്ഞല്ലേ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് കേന്ദ്ര സർക്കാർ? അപ്പോൾ അതൊക്കെ വ്യവസ്ഥയുടെ ഭാഗമാണ്, സിസ്റ്റമാണ്. സർക്കാരുകൾ മാറി മാറി വരും, അതിലൊന്നും കാര്യമില്ല. പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥ, നിയമവാഴ്ച വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. അതിനുള്ളൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. നിയമം മൂലം സ്ഥാപിതമായ ആ സംവിധാനത്തിലൂടെ വേണം നമ്മളെല്ലാവരും കടന്നു പോകാൻ. അതുകൊണ്ട് തന്നെ ഈ സുബ്ഹാനിയുടെ ഈ പറയുന്നത് പോലെ ശിക്ഷാ ഇളവ് ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം.
ഈ ജീവപര്യന്തം എന്നുള്ളത് 10 വർഷമാക്കി കുറച്ചു കൊടുത്ത നടപടി തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ഹൈക്കോടതിയുടെ വിധി എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കില്ല. പക്ഷേ അതിനകത്തൊരു ന്യായം പൂർണ്ണമായിട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. 10 വർഷത്തെ ശിക്ഷ പോരാ, അപകടകാരിയാണ്, വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ NIA തീർച്ചയായിട്ടും അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയത് ഏറ്റവും ഉചിതമായ കാര്യമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് തക്കതായ കൃത്യമായ നീതി ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.